ഇന്ന് നമുക്ക് സ്കൂളിൽ ഒരുപാട് ഹോംവർക്കൊക്കെ ഉണ്ടല്ലേ? അതെ അതെ, ഞാൻ പഠിച്ചു, നീ പഠിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും പഠിച്ചോ? ഞാനും പഠിച്ചു. അയ്യോ, ഇതേ മഴ പെയ്യാൻ തുടങ്ങി. വേഗം സ്കൂളിലേക്ക് പോകണം. മഴ പെയ്ത നന്നായി. ഇപ്പൊ സ്കൂള് തുറന്നല്ലോ, പുതിയ കൊട എടുക്കാം. എൻ്റെ മഴ പെയ്ത നന്നായി. ജോളി. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ കൊടയുണ്ട്. എനിക്ക് മാത്രം കീറിപ്പറഞ്ഞ് ഒടിഞ്ഞ കൊട. സാരമില്ല, നമ്മുടെ പൈസ ഇല്ലണ്ടല്ലേ. എന്നെ കൂടെ നിങ്ങളുടെ കൊടയൊക്കെ ഏറ്റുപോ. ശരി, നമ്മൾ നല്ല കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് ശരി, സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ സാധനങ്ങൾ നീയായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. കൊടയൊന്നും തരാൻ പറ്റില്ല. നീ വാന. ശരി, നമുക്ക് ക്ലാസ്സിൽ പോകാം. ശരി നസ്രി, നമുക്ക് ക്ലാസ്സിൽ പോകാം. ഇവളുടെ ഈ പ്രാരബ്ധവും കിട്ടുന്ന എനിക്ക് ഞങ്ങൾക്ക് സമയമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ പോകാം. ഈശ്വര, ബാഗ് നനയല്ലോ, കാറിലെ കൈ പിടിക്കാം. കീറാത്ത വശത്തിൽ കയറി പോകാം. ഈശ്വര, നല്ല കാറ്റ്. അയ്യോ, കൊട പോയല്ലോ. ഇനിയിപ്പോ നനഞ്ഞ് ക്ലാസ്സിൽ പോകാം. ഇത് അവൾ മഴയിൽ നനഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇവിടെ നിറച്ച് വെള്ളാക്കാം. അവൾ ഇവിടെ നിർത്തരുത് കേട്ടോ നസ്രി. ഇല്ലില്ല, ഇവിടെ വെള്ളം കൊണ്ട് ചീക്കാൻ സമ്മതിക്കല്ലേ. ഇവിടെ ബാഗ് എടുത്തൊക്കെ അപ്പൊ അവൾ എങ്ങനെ ഇരിക്കും? ഇല്ല, അവൾ നനഞ്ഞു വിടച്ച് ബാഗ് നിൽക്കുന്നുണ്ട്. ഇല്ലില്ല, പറ്റത്തില്ല. നിന്നെ ഞങ്ങൾ ഇവിടെ ഇരുത്തത്തില്ല. എന്നെ ഒന്നിരുത്താണ്. എനിക്കില്ലെങ്കിൽ മഴ നനഞ്ഞ് ജലദോഷപ്പനി പിടിക്കുക. എന്നെ ഒന്നിരുത്താണ്. ഇത് വലിയ കഷ്ടമായല്ലോ. പോടെ ഇവിടുന്ന്. ഞങ്ങൾ നിന്നെ ഇവിടെ ഇരുത്തത്തില്ല. ആ പാർവതിന്ന് വന്നിട്ടില്ല. ഇന്നും നീ തൽക്കാലം അവിടെ ആ സീറ്റിൽ പോയി ഇരിക്കടി. മഴക്കാലം തീരുന്നവരെ ഇനി എൻ്റെ അവസ്ഥ ഇതായിരിക്കുമല്ലോ ഈശ്വര. കൂട്ടുകാരെ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. അവരിന്നും പുതിയ കൊടയായിട്ട് വരും. പൊട്ടിപ്പൊളിക്കാൻ കൊട കണ്ടെന്ന് എന്നെ കയറ്റിയല്ലോ. അതിനേക്കാളും നല്ലത് ഈ ചേമ്പിലാണ്. മേലെങ്കിലും നനയത്തില്ല. ദൈവമേ, ഇന്ന് മഴ നനഞ്ഞുണ്ടല്ലോ. ഇന്ന് കൊട എടുത്തില്ലല്ലോ. ഇനി എന്തെടുത്തിനും മഴ തന്നെ ക്ലാസ്സിൽ പോയാൽ ഇനി അവളുടെ മുന്നിൽ നാണം കെട്ടു. നാറുഷേ, നീയും കൊട എടുത്തില്ലേ? നീ കൊട എടുത്തെന്ന് ഓർത്താണ് ഞാൻ കൊട എടുക്കാൻ മറന്നുപോയത്. ഞാനെടുക്കാനോ? നീ എടുത്തെന്നോർത്തല്ലേ ഞാൻ ഓർക്കാഞ്ഞത്. എന്തെടുക്കും ഭഗവാന്? നല്ല കാറ്റുണ്ടല്ലോ. ഇന്ന് നമ്മൾ ഉടമ്പ് നാണം കെട്ട് മാറും. നിങ്ങൾ എന്തിനാ മഴ നനയുന്നത്? ഞാൻ നിങ്ങൾക്കുള്ള ചേമ്പിൽ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. ഇന്ന് ഇതെടുത്തോ. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിനൊക്കെ ഞങ്ങളോട് ക്ഷമിക്കാൻ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല. ഇനി ഞങ്ങൾ നിന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ സോറി. ഇന്നലെ നിന്നെ ഉപദ്രവിച്ചിട്ട് ഞങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ. സോറി. അതൊന്നും സാരമില്ല. കൂട്ടുകാരാകുമ്പോൾ കുറച്ച് പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് രസം. വാ, നമുക്ക് സ്കൂളിൽ പോകാം. ഒരുപാട് താമസിച്ച്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സഹായിക്കുക വേണ്ടത്. അല്ലാതെ നമ്മൾക്കുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കരുത്. അപ്പം ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കി തരുന്നത് നമുക്ക് ഒരു നാൾ അങ്ങനത്തെ അവസ്ഥ വരുമെന്നതാണ്. അപ്പോൾ ഒരു നാൾ അവർക്ക് അവസ്ഥ വന്നാൽ ഇരുന്നാൾ നമുക്കും അതേ അവസ്ഥ വരും. അപ്പം എല്ലാവരും സാധനങ്ങൾ പാവപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് സഹായിക്കാൻ പഠിക്കുക.